ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഗൗതം എവിടെ പോന്നു? അത് ശരി, ഇപ്പൊ അങ്ങനെയായോ? എന്താ? നമുക്കൊന്ന് പുറത്തു പോകണമെന്നും റെഡി ആവാനും പറഞ്ഞിട്ട് നേരെ എത്രയായി? എവിടെ പോയേക്കുമായിരുന്നു ഇതുവരെ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഗൗതം, നമുക്ക് പുറത്തൊന്നും പോവണ്ട. അതിന് പറ്റിയൊരു മൂഡിലല്ലല്ലോ നമ്മള്. ആ മൂടൊന്ന് മാറ്റിയെടുക്കാനാണല്ലോ നമ്മൾ പുറത്തു പോകുന്നത്. ഇനിയിപ്പൊ എവിടെ പോയാലും ഇതൊന്നും മാറാൻ പോകുന്നില്ല. എവിടെയാണെങ്കില് പാറുവമ്മയ്ക്കും പ്രണവിനും ഒക്കെ നമ്മളോട് നല്ല ദേഷ്യോ. അവരുടെ ദേഷ്യത്തിന്റെ കാര്യമൊക്കെ നീ വിട്ടേക്ക്. അതൊക്കെ പതുക്കെ അങ്ങ് മാറിക്കോളും. തൽക്കാലം വേഗം നീ പോയി റെഡിയാവും. ഇവിടെ ഇരുന്നാലും ഒരു മനസ്സമാധാനം കിട്ടാൻ പോകുന്നില്ല. ഒരു ചേഞ്ച് അത്യാവശ്യം. പറയുന്നു ഒന്ന് കേക്ക് നിധി. വേഗം പോയി റെഡിയായ. എന്നാ ഗൗതം ചെല്ല്, ഞാൻ റെഡിയായിട്ട് അങ്ങോട്ട് വന്നോളാം. ഓക്കെ ശരി, ഞാൻ താഴെ വെയിറ്റ് ചെയ്യാം. എടുത്തി, നമുക്ക് രമണി ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഏത് രമണി? നേരത്തെ ഇവിടെ പുറംപടിയൊക്കെ എടുത്തിരുന്ന രമണിയില്ലേ, അവളെ. ആരെങ്കിലും ഒരാള് കൈസഹായത്തിനില്ലാതെയായ എടുത്തി രാപകലില്ലാതെ ഇതുപോലെ കിടന്ന് പണിയെടുക്കേണ്ടി വരും. ഓ, അതൊന്നും സാരമില്ലെന്നേ. സാരമില്ലെന്ന് പറഞ്ഞാ എങ്ങനെയാ ശരിയാവുന്ന എടുത്തി? നിധിയെ എടുത്തി ഇനി ഒന്നിനും പ്രതീക്ഷിക്കണ്ട. അവളുടെ തനിനിറം ഏകദേശം പുറത്തു വന്ന് കഴിഞ്ഞല്ലോ. ഞാൻ ആലോചിക്കായിരുന്നു, ഈ വീട്ടില് അവള് കാരണം ഇപ്പൊ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. ഏട്ടത്തിയുടെയും പ്രണവിന്റെയൊക്കെ മനസ്സമാധാനം കെടുത്തിക്കൊണ്ട് ശിവാനിയെ ഇവിടേക്ക് തിരികെ കൊണ്ടുവരാൻ നോക്കിയില്ലേ? അവസാനം സ്വയം വിഡ്ഢിയായി. എല്ലാവരുടെ മുന്നില് വിളറി വെളുത്തു നിന്നു. എന്നിട്ട് ഒരു കൂസലുമില്ലാതെ അവനെയും വിളിച്ചോണ്ട് ഔട്ടിങ്ങിന് പോയിരിക്കുന്നു. ഔട്ടിങ്ങിനോ? ആ, ഇപ്പൊ പോന്ന കാര്യമൊന്നും ഏട്ടത്തിയോട് പറയാറില്ലേ? ഗൗതമും നിധിയും കൂടി ഔട്ടിങ്ങിന് പോയിരിക്കുക. ആ, എന്തായാലും അവളും ഇടിക്കുക. എത്ര പെട്ടെന്നാ നമ്മുടെ ഗൗതമനെ കൂടി ഇങ്ങനെ മാറ്റിയെടുത്തു കളഞ്ഞത് അല്ലേ എടുത്തി? എന്തെങ്കിലും കൂസലുണ്ടെങ്കി, കുറ്റബോധം ഉണ്ടെങ്കി അവൾ ഇങ്ങനെ ഗൗതമനെയും വിളിച്ചോണ്ട് ഔട്ടിങ്ങിന് കൊണ്ടുപോവോ? അതൊക്കെ അവരുടെ ഇഷ്ടം. എന്തായാലും ശിവാനി ഇനി ഇങ്ങോട്ട് വരില്ലല്ലോ, അത് മതി എനിക്ക്. വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ആ അവസ്ഥയൊന്ന് ഏട്ടത്തി ആലോചിച്ചു നോക്കി. അങ്ങനെ ഒരു ചിന്ത നിനക്കുണ്ടായിരുന്നുവെങ്കിൽ ശിവാനിയെ കൊണ്ടുവരണമെന്ന് നീ പറയില്ലായിരുന്നല്ലോ. അവൾക്ക് കൊടുക്കാൻ നെക്ലേസ് വരെ വാങ്ങിച്ചു വെച്ചവളല്ലേ നീ? അത് ശരിയാ, ശിവാനിയെ കൊണ്ടുവരണമെന്ന് ഞാനും പറഞ്ഞു. പറഞ്ഞുവെന്ന് മാത്രമല്ല, അതിനെ ഏട്ടത്തെയും കൂടി ഞാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. എന്താ, ശരിയല്ലേ? പക്ഷേ ഞാനത് ചെയ്തത് എന്തിനാണെന്ന് ഏട്ടത്തിയൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിപ്പോ ഈശ്വരാധീനം കൊണ്ട് ശിവാനി ഇങ്ങോട്ട് വരുന്നില്ല. വന്നിരുന്നെങ്കിലോ ഏട്ടത്തി ഇവിടെ ഒറ്റപ്പെട്ടു പോവില്ലായിരുന്നോ? അങ്ങനെ ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാ ഏട്ടത്തി കൂടി ശിവാനിയെ സ്വീകരിക്കാൻ തയ്യാറാവണമെന്ന് ഞാൻ പറഞ്ഞത്. ഏട്ടത്തിക്കറിയോ, സത്യത്തിൽ ആ ശിവാനി തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് തിരിച്ചു വരാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോഴാ നിധി ഉപദേശവുമായിട്ട് ചെന്നത്. ആവശ്യമില്ലാത്ത കുബുദ്ധികൾ മുഴുവൻ ശിവാനിയുടെ മനസ്സിലേക്ക് തള്ളിക്കേറ്റിയതേ ആ നിധി ഒറ്റ ഒരുത്തിയാ. ശിവാനിയെ കൊണ്ടേ ഈ വിഷം കഴിക്കൽ നാടകം അഭിനയിപ്പിച്ചതുപോലും നിധി അല്ലാന്ന് ഏട്ടത്തിക്ക് തോന്നുന്നുണ്ടോ? സൂക്ഷിക്കണം ഏട്ടത്തി, ഉള്ളിൽ നിറയെ വിഷമാണ് അവൾക്ക്. ഏത് സമയത്താണ് അവള് തിരിഞ്ഞു കൊത്തുകയെന്ന് പറയാൻ പറ്റില്ല. അതിന് ഞാനിനി പിടിച്ചിരുത്തി പാലൂട്ടിയിട്ട് വേണ്ടേ?
ഒരു കൈപ്പാട് അകലെ നിർത്താൻ എനിക്കറിയാം. പ്രതീക്ഷിച്ചതുപോലെ അവൻ ഇവിടെ തന്നെയുണ്ട്. നീ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നോ? മുറിയിലും താഴെയൊന്നും കാണാതായപ്പോ ഞാൻ കരുതി പുറത്തേക്ക് എവിടെയെങ്കിലും പോയതാണെന്ന്. നീ എന്തിനാടാ ഇവിടെ വന്നിങ്ങനെ തനിച്ചു നിൽക്കുന്നേ? ദേ, നിനക്ക് കുറച്ചു നേരം നിന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ പുറത്തേക്ക് എവിടെയെങ്കിലും പോയിട്ട് വന്നൂടെ? ഫ്രണ്ട്സിനെ കാണാനും ചുറ്റിത്തിരാനൊന്നൊരു മൂഡില്ല ആന്റി. മൂടില്ലേ? എന്തുകൊണ്ട് മൂടില്ല? ഈ വീട്ടിലെ എല്ലാവരുടെയും മനസമാധാനം കിട്ടിയത് ആ ഗൗതമും നിധിയും അല്ലേ? ഗൗതമിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത് ആരാ? നിധി. അവളല്ലേ എല്ലാത്തിനും കാരണക്കാരി. അവർക്ക് രണ്ടിനും തോന്നാത്ത കുറ്റബോധവും വിഷമവും ഒന്നും അതിനിരയായ നിനക്ക് മാത്രം തോന്നേണ്ട കാര്യം എന്താണ് മോനെ? രണ്ടുപേരും ചേർന്ന് ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ചു. എല്ലാവരുടെയും മനസ്സിൽ തീ കോരിയിട്ടു. എവിടുന്നോ ഒരുത്തിയെ കൊണ്ടുവന്ന് നിന്റെ മുന്നിൽ നാടകം കളിപ്പിച്ച് നിന്നെ വെറും കോമാളിയാക്കി. ഏകദേശം എല്ലാവരുടെയും മനസമാധാനം തകർത്തുവെന്ന് ഉറപ്പായപ്പോ അവര് ഭാര്യയും കെട്ടിയോനും കൂടെ ആഘോഷിക്കാനായിട്ട് ഔട്ടിങ്ങിന് പോവുകയും ചെയ്തു. എന്തായാലും നിന്റെ ഏട്ടത്തിയുടെ തൊലിക്കട്ടിയും മനക്കട്ടിയും സമ്മതിച്ചു കൊടുക്കണം. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും അവക്ക് എന്തെങ്കിലും കൂസലുണ്ടോ എന്ന് നോക്കണേ. എന്തിനാ അവരെ മാത്രം കുറ്റപ്പെടുത്തുന്നേ? എന്റെ ഏട്ടനും കൂട്ടു നിന്നില്ലേ എല്ലാത്തിനും? എടാ, പക്ഷം പിടിക്കുകയാണെന്ന് കരുതരുത് മോനെ. ഗൗതം ഒരു പാവാ, അവന് നീ കുറ്റപ്പെടുത്തരുത്. പണ്ടേ ഈ വീട്ടിലുള്ള ഓരോരുത്തരോടും ഞാൻ പറയുന്നതാ, കുതന്ത്രങ്ങളുടെ രാജകുമാരിയാണ് മോനെ നിന്റെ ഏട്ടത്തി. സത്യത്തില് അവളുടെ ലക്ഷ്യം എന്താണെന്ന് നിനക്കോ നിന്റെ അമ്മയ്ക്കോ, എന്തിന് എന്റെ ഏട്ടൻ സാക്ഷാൽ ഗോപിനാഥന് പോലും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആ, അതെങ്ങനെയാ? നിങ്ങളൊക്കെ അവളുടെ ഒടുക്കത്തെ സ്നേഹ അഭിനയത്തിന് മുന്നിൽ പൊട്ടന്മാരായി പോയില്ലേ? കാതും കണ്ണും മൂടിപ്പോയ പൊട്ടന്മാര്. സത്യം തിരിച്ചറിയാനും കേട്ടറിയാനുമുള്ള ശക്തി നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ അവള്? ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി ആന്റി. ഒരു ചുക്കും മനസ്സിലായിട്ടില്ലടാ. എടാ, അവളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് അറിയോ നിനക്ക്? നിന്നെ തകർത്ത് തരിപ്പണമാക്കണം.